കേരളത്തിൻ്റെ തനതായ സസ്യം അടതാപ്പിനെ പരിചയപ്പെടാം. ഡയസ്കോറിയേസി കുടുംബത്തിലെ ഡയസ്കോറിയ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് അടതാപ്പ്. കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് അടതാപ്പ്. പണ്ട് വ്യാപകമായിരുന്നെങ്കിലും ഇടക്കാലത്ത് വളരെ കുറഞ്ഞു വന്നിരുന്നു. ഇപ്പോൾ പലരും കൃഷി ചെയ്യുന്നതിന് ഇത് താല്പര്യപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഉരുളക്കിഴങ്ങിൻ്റെ സ്ഥാനം കേരളത്തിൽ അടതാപ്പിനായിരുന്നു. ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലുണ്ടാകുന്നു, അടതാപ്പ് വള്ളികളിൽ മുകളിലുണ്ടാകുന്നു. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡയസ്കോറിയ മൾബിഫെറ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ അടതാപ്പ്, ഇറച്ചിമേക്ക, ഇടതാപ്പ്, കുപ്പക്കണ്ടി, ഇറച്ചിക്കാച്ചിൽ, കേരള ഉരുളക്കിഴങ്ങ്, ഇറച്ചിക്കിഴങ്ങ്, വള്ളിക്കിഴങ്ങ് എന്നൊക്കെ ഇതിന് വിളിക്കാറുണ്ട്. അടതാപ്പിൻ്റെ വള്ളികൾ ഇടതോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ. അതിനാൽ ഇതിനെ ഇടതാപ്പ് എന്നാണ് ആദ്യകാലങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നത്. ഉരുളക്കിഴങ്ങിന് ഡച്ച് ഭാഷയിൽ അർഡപ്പേൽ എന്നാണ് പറയുന്നത്. ഡച്ചുകാർ കേരളത്തിൽ വന്നതോടെയാണ് ഇടതാപ്പ് എന്നത് അടതാപ്പ് എന്നായി മാറിയതെന്ന് കരുതപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ എയർ പൊട്ടറ്റോ, ബിറ്റർ യാം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ആഫ്രിക്കയിലും ഏഷ്യയിലും ചെറിയ വ്യത്യാസങ്ങളോടെ അടതാപ്പ് കാണപ്പെടുന്നുണ്ട്. കേരളത്തിലേതാണ് ഏറ്റവും നല്ലതായി പരിഗണിക്കപ്പെടുന്നത്. രൂപവരണം നോക്കാം. അടതാപ്പിൻ്റെ ഇലകൾക്ക് ചെറുകിഴങ്ങിൻ്റെയോ കാച്ചിലിൻ്റെയോ ഇലകളോട് സാമ്യമുണ്ട്. അടതാപ്പിൻ്റെ വള്ളിക്ക് കാച്ചിൽ വള്ളിയോട് സാമ്യം ഉണ്ട്. വള്ളികൾ ഇടത്തോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ. അടതാപ്പിൻ്റെ വള്ളികളിലെ ഓരോ ഇലഞ്ഞെട്ടിലും ഓരോ ചെറിയ കിഴങ്ങ് വളർന്നു വരും. മേക്കാച്ചിൽ പോലെ വള്ളികളിൽ മുകളിൽ 100 ഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ തൂക്കമുള്ളവ ഉണ്ടാകുന്നു. ഇത് മുറിച്ചു വെച്ചാൽ പച്ച നിറമാണ് ഉണ്ടാവുക. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കായ്കൾ കൂടുതലും ഉണ്ടാകുന്നത്. നല്ല മൂപ്പായാൽ അടതാപ്പ് വള്ളികളിൽ നിന്ന് താഴെ വീഴും. ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു വിള കൂടിയാണ് അടതാപ്പ്. ഇനങ്ങളെ നോക്കാം. സാധാരണ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നവയുടെ തൊലിക്ക് ബ്രൗൺ നിറമാണ്. എന്നാൽ തൊലിപ്പുറമെ വെള്ള നിറമുള്ള ഒരു അപൂർവ ഇനം അടതാപ്പ് കൂടിയുണ്ട്. വെള്ള അടതാപ്പിന് വിളവ് കുറവാണെങ്കിലും വളരെ ഉയർന്ന പോഷകമൂല്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ കാട്ടുനായ്ക്കർ ഇത് സംരക്ഷിച്ചു വരുന്നുണ്ട്. പൊതുപയോഗങ്ങളെ നോക്കാം. അടതാപ്പിൻ്റെ വള്ളികളിലുണ്ടാകുന്ന കായ്കളും ഭൂമിക്കടിയിലെ കിഴങ്ങും ഭക്ഷണമായി ഉപയോഗിക്കാം. വള്ളികളിൽ വളരുന്ന കിഴങ്ങുകൾ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഉപയോഗിക്കാം. ബീഫ്, പോർക്ക്, കോഴിയിറച്ചി എന്നിവ കറി വയ്ക്കുമ്പോൾ അതിൽ അടതാപ്പ് പണ്ട് ഉപയോഗിച്ചിരുന്നു. ചേമ്പിനൊപ്പം ചേർത്തുണ്ടാക്കുന്ന അടതാപ്പ് പുഴുക്ക് വളരെ രുചികരമാണ്. മണ്ണിലെ കിഴങ്ങുകളേക്കാൾ കൂടുതൽ രുചി വള്ളികളിലുണ്ടാകുന്ന കിഴങ്ങുകൾക്കാണ്. പുറമേയുള്ള തൊലിയും തൊട്ടു താഴെ പച്ച നിറമുള്ള ഭാഗവും നീക്കിയില്ലെങ്കിൽ നല്ല കയ്പുണ്ടാകും. രാസഘടകങ്ങളെ നോക്കാം. അന്നജം, പ്രോട്ടീൻ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ് അടതാപ്പ്. ഔഷധ മൂല്യത്തെ നോക്കാം. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, കഫക്കെട്ട്, പ്രമേഹം, വയറ്റിലെ ക്യാൻസർ, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അനോറക്സിയ എന്നീ അസുഖങ്ങൾക്കെല്ലാം അടതാപ്പ് പുഴുങ്ങിക്കഴിക്കുന്നത് ഫലപ്രദമാണ്. അനോറക്സിയ എന്നാൽ കുറഞ്ഞ ശരീരഭാരവും കഴിച്ചാൽ തടിക്കുമെന്ന ഭയവുമുള്ള അവസ്ഥയാണ്. വയറിളക്കം ശമിക്കുന്നതിന്, അർബുദം വരാതെ ചെറുക്കുന്നതിന്, തൊണ്ടമുഴ വരാതെ തടയുന്നതിന്, രോഗപ്രതിരോധ ശേഷിക്ക്, വിഷപ്പനികൾ വരാതെ തടയുന്നതിന് എല്ലാം അടതാപ്പ് വളരെ നല്ലതാണ്. കൃഷി വിവരങ്ങളെ നോക്കാം. വള്ളികളിലുണ്ടാകുന്ന കായ്കൾ ഡിസംബർ മാസത്തോടെ തനിയെ പൊഴിഞ്ഞു വീഴും. ഈ കായ്കൾ വിത്തിനായി ഉപയോഗിക്കാം. പൊഴിഞ്ഞു വീണ കായ്കൾ തണലിലോ വെളിച്ചം കുറഞ്ഞ മുറികളിലോ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞോ സൂക്ഷിച്ചാൽ വളരെ വേഗം മുളകൾ വരും. മുള അരയടിയെങ്കിലും നീണ്ടുകഴിഞ്ഞാൽ മുളയോടൊപ്പം വെളുത്ത വേരുകളും വന്നു തുടങ്ങും. ഇതാണ് നടാനുള്ള സമയം. മാർച്ച് മാസത്തിൽ വേനൽ മഴ കിട്ടുന്ന മുറയ്ക്ക് മുള വന്ന കിഴങ്ങുകൾ നടാവുന്നതാണ്. നല്ല വിസ്താരത്തിലെടുക്കുന്ന തടങ്ങളിൽ കരിയില, ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ നാട്ടിൽ ലഭ്യമായ ജൈവവളങ്ങളും മേൽമണ്ണും ചേർത്ത് കുഴി മൂടി അതിൽ കിഴങ്ങ് നട്ട് മുകളിൽ കുറച്ച് മണ്ണുകൂടി വെട്ടിക്കയറ്റുക. കാച്ചിൽ നേരെ അടിയിലേക്ക് കൂടുതലായി വളരുന്നുവെങ്കിൽ അടതാപ്പ് ചുറ്റും വിസ്താരത്തിൽ വളരാൻ ഇഷ്ടപ്പെടുന്നു. അതനുസരിച്ച് ചേനയുടെ തടം പോലെ വിസ്താരത്തിൽ തടമെടുക്കണം. കിളിർത്തു വരുമ്പോൾ വള്ളി കെട്ടി പടരാൻ അനുവദിക്കുക.
വള്ളിയിലുണ്ടാകുന്ന മേക്കായി ഒരുവിധം വളർച്ചയെത്തിയാൽ എപ്പോൾ വേണമെങ്കിലും പറിച്ചെടുത്ത് കറി വയ്ക്കാം. പക്ഷേ ചുവട്ടിലെ കിഴങ്ങ് ചെടി മൂപ്പത്തി തണ്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ മാത്രമേ പറിച്ച് എടുക്കാൻ പാടുള്ളൂ.